ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നടന്ന് കിട്ടണമെന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം എപ്പോൾ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ സ്വഭാവ രീതികൾ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല. നിങ്ങളുടെ സ്വഭാവവും ജീവിത സാഹചര്യങ്ങളും ഒക്കെയായിട്ട് ശരിയായി വന്നാൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളയുക. ഇനി റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ 2 പക്ഷികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നടന്നു കിട്ടണമെന്ന് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക. ശേഷം കണ്ണുകൾ അടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക. ഇനി റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോൾ നടന്ന് കിട്ടും എന്ന് നോക്കാം. ആദ്യമായിട്ട് 1ാമത്തെ ചിത്രമായ ഗരുഡനെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അതായത് നിങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ് എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നത്. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യാനൊരുങ്ങിയാലും, നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് നടന്ന് കിട്ടും. നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്കത് നടത്തിത്തരും എന്ന ഒരു വിശ്വാസം നിങ്ങളിലുണ്ട്. എന്ത് കാര്യത്തിനെയും വളരെ പോസിറ്റീവോടെ സമീപിക്കാനുള്ള ഒരു മനസ്സ്, അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. മനസ്സിലെപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മാത്രം കൊണ്ടു നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ചയുണ്ടാകില്ല. എപ്പോഴും ഏത് കാര്യത്തെയും പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉയർച്ചയുമെല്ലാം ഉണ്ടാകും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു വിശ്വാസം, ഈ ഒരു മനസ്സൊക്കെയാണ് നിങ്ങളെ എപ്പോഴും സന്തോഷത്തോടെ വെക്കാനും അതുപോലെ തന്നെ ഏത് കാര്യത്തെയും ധൈര്യത്തോടെ സമീപിക്കാനുമൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ സഹകരണ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് എല്ലാവരോടും അങ്ങോട്ട് കയറി മിണ്ടുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. അതിപ്പോൾ ഒരു പരിചയവുമില്ലാത്ത ആളോടായാൽ പോലും വളരെ അടുപ്പമുള്ളതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരിക്കാനോ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമോ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ. ഒരുപാട് ആളുകൾക്കിടയിൽ ജീവിക്കാനാണ് നിങ്ങൾക്കിഷ്ടം. തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസി കൂടിയാണ് നിങ്ങൾ. ഇനി നിങ്ങളുടെ ഫലം, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന് നോക്കാം. അതായത് നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം വലിയ കാലതാമസമില്ലാതെ നിങ്ങൾക്ക് നടന്നു കിട്ടും എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് കാണുന്നത്. ആ ഒരു കാര്യത്തിനു വേണ്ടി നല്ല രീതിയിൽ ഒന്ന് പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യത്തിനായിട്ട് ഒരുപാട് നാൾ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരില്ല. വലിയ കാലതാമസമില്ലാതെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ നന്നായിട്ട് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു 1ാമത്തെ ചിത്രമായ ഗരുഡനെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്. ഇനി 2ാമത്തെ ചിത്രമായ തത്തയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച കൈവരിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളിൽ അങ്ങനെ ഒരു ആഗ്രഹം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവർ അംഗീകരിക്കുകയും
ബഹുമാനിക്കുകയുമൊക്കെ ചെയ്യുന്ന രീതിയിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ബന്ധങ്ങൾക്ക് നിങ്ങൾ വളരെയധികം വില കൽപ്പിക്കുന്നവരാണ്. അതുപോലെ വിദേശത്ത് പോയി പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. വാശി ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിലുണ്ട്. നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കണം എന്ന ഒരു വാശി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അവരെയൊന്നും കണക്കിലെടുക്കാതെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എത്ര കഠിനമായി തന്നെ പരിശ്രമിക്കാൻ മനസ്സുള്ളവർ കൂടിയാണ് നിങ്ങൾ. ഒരുപക്ഷെ മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകൾ തന്നെയാണ് വിജയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും. അതുപോലെ എപ്പോഴും ഈശ്വര ചിന്ത കൂടെ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. 50 വയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 30 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മോശം കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടങ്ങളെയെല്ലാം നിങ്ങൾ അതിജീവിച്ച് ഇപ്പോൾ വളരെ സന്തോഷത്തോടെ നല്ല നിലയിൽ തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇനി നിങ്ങളുടെ ഫലം, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നിങ്ങൾക്ക് നടന്നു കിട്ടും എന്ന് നോക്കാം. അതായത് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ അതേ ഫലം തന്നെയാണ് നിങ്ങളുടേതും ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം വലിയ കാലതാമസമില്ലാതെ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ആ ഒരു കാര്യത്തിനു വേണ്ടി നല്ല രീതിയിലൊന്ന് നിങ്ങൾ പരിശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അതായത് ചില വ്യക്തികളുണ്ട് എത്ര പരിശ്രമിച്ചിട്ടും ഒരു ഫലവുമില്ലാതെ പ്രയാസപ്പെടുന്നവർ. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പരിശ്രമിച്ചാൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു കാര്യം നടക്കാൻ വേണ്ട രീതിയിൽ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉടൻ തന്നെ, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവവും നിലവിലെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വിട്ടുകളയുക.